പ്രേസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് ആരാധന, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സകല മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ എൻ്റെ യേശുവപ്പന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ മോഹിനി അശോകൻ. ഹല്ലേലൂയ. ഇത് ജീവൻ്റെ വചനം. ഹല്ലേലൂയ. ജീവൻ്റെ വചനത്തിൽ ഹല്ലേലൂയ സർവശക്തൻ അവൻ സകല മാനവരാശിക്കും അവൻ ജീവൻ കൊടുത്ത ഏക രക്ഷകൻ എൻ്റെ യേശുവപ്പനാണ്. ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടിച്ച് അവൻ അതാത് ജീവികൾക്ക് അതിൻ്റെ അവൻ ജീവനെ കൊടുത്ത ഏക രക്ഷകൻ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. മനുഷ്യനെയും താൻ തൻ്റെ ഹല്ലേലൂയ സർവശക്തൻ ഹല്ലേലൂയ കരത്താൽ മെനഞ്ഞ് ജീവശ്വാസം ഊതി അവനെ ഹല്ലേലൂയ മനുഷ്യനാക്കി തീർത്തത് യേശു കർത്താവാണ്. ആ ദൈവം മനുഷ്യനെ നിന്ന് ആഗ്രഹിക്കുന്നതൊന്നുണ്ട്. ഹല്ലേലൂയ. ഈ ജീവനെ നൽകിയ ദൈവത്തെ, സൃഷ്ടാവിനെ അറിയുക, ആ യേശുവിനെ ഉയർത്തുക, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ ദൈവത്തെ ആമേൻ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ആമേൻ വേർതിരിയുക. ഇതൊക്കെയാണ് ഈ സത്യവചനത്തിൽ പറയുന്നത്. ആമേൻ ജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട് പരനെ. പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കും. ഹല്ലേലൂയ. ആ മോഹിനിക്കും അതേ പറയാനുള്ളൂ. ആമേൻ. ഈ ദൈവത്തെ അറിഞ്ഞ, ഈ രക്ഷകനെ അറിഞ്ഞ, ഈ ജീവൻ്റെ പുസ്തകത്തെ അറിഞ്ഞ ഈ യേശുവിനെ വിട്ടിട്ട് എവിടെ പോയി പാർക്കും. ആമേൻ. ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ആമേൻ കഷ്ടത വരുമ്പോൾ, ഭാരം വരുമ്പോൾ, പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ആമേൻ കർത്താവിനെ ഉപേക്ഷിക്കരുത്. ആമേൻ. ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ ആമേൻ ഞാൻ അനുഭവിക്കുന്ന പീഡകൾ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ, ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഞാൻ അനുഭവിക്കുന്ന ഹല്ലേലൂയ ആമേൻ പ്രയാസങ്ങൾ, ഇവയിലൊന്നും എനിക്കൊരു ആമേൻ ഒരു ദുഃഖവുമില്ല. നേരമണ്ണം പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ ആമേൻ കർത്താവിൻ്റെ അപ്പോസ്തലൻ പറഞ്ഞു, ആമേൻ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. മോഹിനി അശോകനും പറയും, ഹല്ലേലൂയ എനിക്ക് ജീവിക്കുന്നത് എൻ്റെ ക്രിസ്തുവാണ്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. അതായത് ഞാൻ മരിച്ചാൽ ആമേൻ എൻ്റെ കർത്താവിന് ഓടിച്ചേരും, എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിലെത്തും. ആമേൻ. കാലം കഴിയുന്നു പ്രിയപ്പെട്ടവരെ, കാലം കഴിയുന്നു, നാളുകൾ പോയി, യേശു കർത്താവിൻ്റെ വരവ് സമീപമായി. ആ മഹത്വനാമത്തെ കീർത്തിപ്പാൻ ഒരുങ്ങാം. ആമേൻ. ആ മഹത്വനാമത്തെ കീർത്തിപ്പാൻ ഒരുങ്ങാം. യേശു കർത്താവ് വരാറായി. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ സമയം അതിക്രമിച്ചു സഹോദര. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ. ഇപ്പോൾ തകൃതിയായി പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തുകളുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ആമേൻ ആമേൻ വോട്ട് കൂടുതൽ കിട്ടിയവർ ജയിച്ചു. ആമേൻ. ഈ 5 വർഷങ്ങൾ ഇനി അവർ ഭരിക്കുകയാണ്. ആമേൻ. അവരുടെയൊക്കെ ഇതുവരെയും ഭരിച്ചുകൊണ്ടിരുന്നവരുടെയും ഇനി ഭരിക്കാൻ പോകുന്നവരുടെയും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം ആമേൻ നമ്മുടെ എൻ്റെ ആയുസ്സിൽ ആമേൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ പാർട്ടിക്കാരും ഭരിച്ചുകൊണ്ടിരുന്നതും ഭരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല യേശുവിൻ്റെ ഭരണം. സത്യവേദ പുസ്തകം പറയുന്നു, രാജാതിരാജാവായി എൻ്റെ കർത്താവ് വരുന്നു. ആമേൻ. ഈ ജനത്തെയെല്ലാം ഒരുപോലെ ഭരിക്കുവാൻ ആമേൻ ഒറ്റ രാജാവായി. ആമേൻ. മഹത്വത്തിൻ്റെ രാജാവ്. ആമേൻ. പ്രത്യാശയുടെ ഹല്ലേലൂയ ആ മഹാദൈവം രാജാതിരാജാവായി വേഗം വരുന്നു. ആ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ കർത്താവിൻ്റെ ഹല്ലേലൂയ കാഹളം ധ്വനിക്കുവാൻ സമയം കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആമേൻ. അത് ആമേൻ താമസിക്കുന്ന എന്താണെന്നറിയാമോ പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര, സഹോദരി, നീ യേശുവിനെ അറിയാത്തത് കൊണ്ടാണ്. കർത്താവ് പറയുന്നു, ഒരെണ്ണം പോലും ശിക്ഷിക്കാതെ, ആമേൻ ഒരു കുളമ്പ് പോലും ശിക്ഷിക്കാതെ യേശു തന്നെ കർത്താവെന്ന് ഏറ്റുപറയുന്ന സമയം വരാൻ പോകുന്നു. ഹല്ലേലൂയ. യേശു മാത്രം കർത്താവെന്ന് വിളിച്ചു പറയുന്ന സമയം വരാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ തല്ലുന്നു, കൊല്ലുന്നു, ചതയ്ക്കുന്നു, ബൈബിൾ കത്തിക്കുന്നു. ഇതിനൊക്കെ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ നല്ലതായെങ്കിലും തീയതാകിലും പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ ദൈവമക്കൾക്ക് ലഭിക്കും. ആമേൻ. ദൈവത്തെ ഉപദ്രവിക്കുന്ന ആമേൻ സുവിശേഷ വിരോധികൾക്ക് ലഭിക്കും. അത് തിരുവചനം സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കാം.
യേശുവിൻ്റെ വരവിനായി ഒരുങ്ങാം. ഹല്ലേലൂയ. ഞാനേ ആമേൻ ഈ രാത്രിയിൽ എനിക്ക് എത്രയോ ചില ദിവസങ്ങളായി ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഒരു കാരണമാണെങ്കിൽ തന്നെയും ജീവനുണ്ടെങ്കിൽ, ഒരു നൊടി ശ്വാസമുണ്ടെങ്കിൽ മോഹിനി പറയും യേശുവാണ് രക്ഷകൻ. വിളിച്ചു പറയും യേശുവാണ് രക്ഷകൻ. യേശുവല്ലാതില്ലേ ഇല്ലൊരു രക്ഷകൻ. യേശുവല്ലാതില്ലേ ഇല്ലൊരു രക്ഷകൻ. കർത്താവാണ് വഴിയും സത്യവും ജീവനും. ആമേൻ ആമേൻ. തമ്പുരാനാണ് ആമേൻ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ വഴി. ആമേൻ. മുഖാന്തരം എൻ്റെ യേശു തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ പ്രത്യാശയോട് ഒരുങ്ങാം. ഹല്ലേലൂയ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിൻ ആത്മാവിനാൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യേശുവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാം. ദൈവത്തിൻ്റെ പൈതങ്ങളായി തീരാം. കർത്താവ് ആമേൻ വരാറായി. ആമേൻ. നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാം. ആമേൻ ആമേൻ. ഒരു നിമിഷമുണ്ടെങ്കിൽ ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ ദൈവത്തിൻ്റെ പൈതലായി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏതവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതിൻ്റെ കർത്താവായ യേശുവാണ്. യേശു രക്ഷകൻ, യേശു മതിയായവൻ, യേശു മാത്രം രക്ഷകൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ ദൈവമേ, എന്നെ കേൾക്കുന്ന എല്ലാ ജനത്തെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അവൻ ഇപ്പോൾ ജയിച്ച് ആമേൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുറേ ജനമുണ്ട്. അവരെ ദൈവസന്നിധിയിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. തോൽക്കപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും ഏൽപ്പിക്കുന്നു. അവരുടെ വേദനകളെ ദൈവം മായ്ക്കണമേ. അതുപോലെ ജയിച്ചവർ ആമേൻ കർത്താവെ സത്യത്തിന് മാത്രം നിൽക്കുവാനിടയാക്കണമേ. ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ രാജ്യം, ദേശം, എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ 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 ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. ഹല്ലേലൂയ.